വെൽക്കം ടു അങ്കിൾ ടോം ടേസ്റ്റ്. ഇന്ന് വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ ഒരു വിവരമാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലോട്, തിരുവനന്തപുരം. രാവിലെ ചെന്നു, വൈകുന്നേരം ഇങ്ങോട്ട് പോകുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ. ഗവേഷണത്തിനും പഠനത്തിനും പറ്റിയൊരു ഏരിയയാണ്. ഇതിൻ്റെ ഉത്ഭവം 1989 കേരള ഗവൺമെൻറ് കീഴിൽ സ്ഥാപിച്ച സ്ഥാപനത്തിൽ പ്രധാന ലക്ഷ്യം ട്രോപ്പിക്കൽ പുൽമേഖലയിലെ സസ്യജാലത്തിൻ്റെ ഗവേഷണവും സംരക്ഷണവുമാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അംഗീകൃത സ്ഥാപനമാണിത്. ഇവിടുത്തെ പ്രത്യേകത ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ഔഷധ സസ്യങ്ങളുടെ ഗവേഷണം, പാരമ്പര്യ സസ്യങ്ങൾ സംരക്ഷിക്കൽ, ജൈവ സാങ്കേതിക വിദ്യകളിൽ ഗവേഷണം. ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ: ബോട്ടാണിക്കൽ ഗാർഡൻ, വിവിധതരം സസ്യങ്ങൾ, ഹെർബേറിയം, 50,000-ലും സസ്യ സാമ്പിളുകൾ, അറോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് ഗാർഡൻ, ഓർക്കിഡ് ഹൗസ്, സസ്യശാസ്ത്ര മ്യൂസിയം, റിസർച്ച് ലാബുകൾ, വെള്ളച്ചാട്ടങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പരിശീലനവും പ്രൊജക്റ്റ് അവസരങ്ങളും ലഭ്യമാണ്. സാമൂഹിക പ്രാധാന്യം: നാട്ടിൽ വളരുന്ന ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുകയും ഉപയോഗത്തിലാക്കുകയും ചെയ്യുന്നു. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം. തവള, പക്ഷി, കീടങ്ങൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയും ഇവിടെ സേവനമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 300 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇവിടെ. ഗാന്ധിയുടെ പ്രതിമയുണ്ട്, താമരക്കുളമുണ്ട്. താമര നമുക്കിവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാം. താമരയുടെ ട്യൂബർ നമുക്കിവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അതുപോലെ 1 കോടിയോളം രൂപയുടെ ഇതുണ്ട്. ഓർക്കിഡും അങ്ങനെയുള്ള സസ്യങ്ങൾ വിൽക്കാനുണ്ട്. ഇവിടെ വരുന്നവർ മിക്കവരും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നല്ലൊരു ക്യാൻറ്റീനുണ്ട്. അവിടെ മിതമായ റേറ്റിൽ നമുക്ക് ഭക്ഷണവും കിട്ടും. മുൻകൂർ ബുക്കിംഗ് ഒന്നുമില്ല. പുതിയ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ട്. ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് ആകാൻ വേണ്ടി പോകുന്നുണ്ടെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്താൻ പോകുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അറിയില്ല, അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എന്നാലും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റുന്ന സംഗതിയുമാണ് ഇവിടെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ട്രിപ്പ്. ഒരു റിസർച്ച് ട്രിപ്പിന് പറ്റിയ ഏരിയയായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. അത് കാരണം ഇവിടെ വന്നിട്ട് അധികം ബുദ്ധിമുട്ടുണ്ട് വന്നില്ല. വെയിലും ഇല്ല, എന്നാലും നല്ല ഏരിയയുണ്ട്, ഒത്തിരി ഏരിയയുണ്ട്. ഇത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രതിമയാണ്. കന്യകയുടെ പ്രതിമയാണ്. നല്ല രീതിയിലുള്ളത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ വിദ്യാർത്ഥികൾ പഠനത്തിന് വരാറുണ്ട്. അവർ വരുമ്പോഴത്തേക്കും കൂടെ ലെക്ചേഴ്സ്, സാറന്മാരോ ഉണ്ടാകാറുണ്ട്. അത് അവരുടെ കൂട്ടത്തിലാണ് ഇവർ വരുന്നത്. കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുന്നുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പാലോടിലുള്ള ഈ ബോട്ടാണിക്കൽ ഗാർഡൻ. ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ച് താഴ്ന്നു പോകണം. അവിടെ പോയി കഴിയുമ്പോഴാണ് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. അതും ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കുളിക്കാറുണ്ടെന്നില്ല. നല്ല രീതിയിൽ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ കുറച്ചുകൂടി ക്ലീൻനെസ്സും ഇതൊക്കെ വേണ്ടി വരും. എന്നാലും മഴയായതുകൊണ്ടായിരിക്കാം, നല്ല ഏരിയയാണ്. ഇങ്ങോട്ട് പോകണ്ടല്ലേ? ഇത് വെള്ളച്ചാട്ടത്തിനടുത്തുള്ളൊരു ഏരിയയാണിത്. അവിടെ ഒരു തീർത്തും ഒരു അരുവി വരുന്നതായിട്ട് കാണാം നമുക്ക്. അതിൻ്റെ ശബ്ദവും കൂടുതൽ സൈലൻ്റായ ഏരിയയാണ്. ജീവനക്കാർ പറയാറുണ്ട് ഇവിടെ നമ്മുടെ ആന വരാറുണ്ടെന്ന്. ആനകളും
പന്നികളും ഒക്കെ ഒന്ന് ഇത് വരാമെന്ന് പറഞ്ഞു കോമ്പൗണ്ടിനകത്തേക്ക്. കോമ്പൗണ്ടിനകത്തുനിന്ന് ഏരിയയിൽ ഇത്ര ദൂരെയല്ല, അവിടെ 300 ഏക്കറോളം ഉണ്ടല്ലോ, അവിടെയൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയും വേറൊന്നും. പക്ഷെ ഞങ്ങളൊന്നും പോയ സമയത്ത് ആരെയും കണ്ടില്ല. പന്നികൾ വന്ന് കൃഷി നശിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇത് വേറൊരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി അകത്തേക്ക് പോകാം. ഒത്തിരി സസ്യങ്ങളുണ്ട്. നമ്മളറിയാത്ത മരങ്ങൾ ഒത്തിരിയുണ്ട്. നമുക്കറിയാം, നമ്മൾ കണ്ടെത്താത്ത മരങ്ങൾ ഒത്തിരിയുണ്ട്. ഇതൊരു ബുക്കാണ്. ഇതിനകത്ത് മലബാർ അന്ന് ബുക്ക് അവിടെ അവർ നന്നായിട്ടൊരു അതിൻ്റെ ഒരു ഇതുണ്ടാക്കി സിമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജൈവിധ്യങ്ങളുള്ള സസ്യങ്ങളുടെ ജൈവിധ്യങ്ങൾ കാണാൻ പറ്റുന്ന ഏരിയയാണ്. കുറച്ചുകൂടെയൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മരത്തിലൊരു മനുഷ്യൻ്റെ കണ്ണും മൂക്കും എല്ലാം കുത്തിവെച്ചിരിക്കുന്നതാണോ അതോ അങ്ങനെ ഉണ്ടായതാണെന്ന് അറിയില്ല. എന്തായാലും വളരെ ഒരു മനോഹരമായ ഏരിയയാണത്. നമുക്ക് ക്വയറ്റായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടന്ന് കാണാൻ പറ്റുന്ന ഏരിയയാണ്. ഒരു 50% ഞങ്ങൾ കവർ ചെയ്തു. പിന്നെയും ഉണ്ടായിരുന്നു, എന്നാലും അത്രയും ദൂരം പിന്നെയും സമയമെടുക്കുന്നുണ്ട് തോന്നുന്നു. ഓരോ ഇതിലും നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ബൊട്ടാണിക്കൽ സ്റ്റുഡൻസിന് ഒത്തിരി വേണ്ടപ്പെട്ട ഒരു ഏരിയയാണ്. താമരയുടെ ഹൈബ്രിഡും ഇത് അവിടെ വിൽക്കുന്ന കൗണ്ടറാണ്. അവിടെ 3000 രൂപയുടെ വരെ ചെടികളുണ്ട്. 1000-ൽ ജെയിൻ ഓർക്കിഡ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. 3000 രൂപ. ചെറിയ ഓർക്കിഡാണ്, പക്ഷേ അതിൻ്റെ ഓർക്കിഡിന് 1 മീറ്റർ നീളോളം ഫ്ലവറിനുണ്ട്. പക്ഷേ ഫ്ലവറുള്ള ചെറിയ പ്ലാന്റിന് ഒരു 3000 രൂപ വാങ്ങിക്കുന്നുണ്ട്. ജെയിൻ ഓർക്കിഡിൻ്റെ ഫ്ലവർ ഉണ്ടായിരുന്നു, കണ്ടില്ല. ഓക്കെ, ബൈ, വീണ്ടും കാണാം.